സുഹൃത്തുക്കളെ, ഇന്നലെ ചീനിക്കമ്പ് വേരറക്കിയിട്ട് നടന്ന് കാണിച്ചായിരുന്നു. പക്ഷേ അത് കട്ട് ചെയ്തെന്ന് ഞാൻ കാണിച്ചില്ലായിരുന്നു. അതിൻ്റെ മുകൾ വശം കട്ട് ചെയ്താണ്ട് ഇതിൻ്റെ വേരിറങ്ങിയതാണ്. ഒരാഴ്ച ആ ചീനിക്കമ്പാണ്. നല്ല തുരാന്ന് വേര് കാണാൻ നല്ല ഭംഗി. അതിന് ഞാൻ എടുത്തിട്ട് ഇനി അതിൻ്റെ മുകൾ ഭാഗത്ത് തൊലി കട്ട് ചെയ്ത് മാറ്റിയതാണ് ഈ കാണുന്നത്. 1 2 കട്ട് ചെയ്തിട്ടുണ്ട്. 2 ഭാഗം കട്ട് ചെയ്ത് തൊലി മാറ്റിയിട്ടുണ്ട്. ഇത് നമ്മൾ നടുമ്പോൾ, ഇപ്പോൾ ചീനി വേരല്ല, ചീനി എപ്പോഴും കമ്പ് നടുമ്പോൾ അത് കുത്തി താഴ്ത്തി നടരുത്, ബലം പ്രയോഗിച്ച്. കാരണം അതിൻ്റെ മുറിവിന് ഭംഗം, അതിന് ഹേമം തട്ടരുത്. അപ്പോൾ ആ ഹേമം തട്ടി അതിൻ്റെ വേരിറങ്ങാൻ മടിക്കും. ഒരു പ്രാവശ്യം ഞാൻ ഒരാൾ യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന കണ്ടതാണ്. അത് അദ്ദേഹം ആക്സോ ബ്ലേഡ് കൊണ്ട് ചീനിക്കമ്പ് കട്ട് ചെയ്യും. ആക്സോ ബ്ലേഡ് ഉപയോഗിക്കരുത്. ഞാനങ്ങനെ ഉപയോഗിച്ച് നോക്കി ചീനിക്കമ്പ് നട്ട് നോക്കിയപ്പോൾ അതിന് വേരിറങ്ങാൻ മടിക്കുന്നു. വേരിറങ്ങിയില്ലെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ അതിന് കുഴപ്പമുണ്ടായി. അപ്പോൾ ഇതിന് ചീനിക്കമ്പ് കട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ പിന്നെ സ്പർശനമോ ഒന്നും പാടില്ല. നമ്മൾ ചെടികളൊക്കെ ബഡ് ചെയ്യുന്നത് പോലെ, റബ്ബർ മരം ബഡ് ചെയ്യുന്നത് പോലെ അത് സ്പർശനം ഉണ്ടാകുകയില്ലല്ലോ. വിരലുകൊണ്ട് കൈ കൊണ്ടൊന്നും അതിൽ ആ മുറിപ്പാടിൽ തൊടാൻ പാടില്ല. അതുപോലെ ഈ ചീനിക്കമ്പിൻ്റെ മുറിപ്പാടിന് മുറിക്കുമ്പോഴും നടുമ്പോഴും അതിന് ഹേമം തട്ടാൻ പാടില്ല. അവിടെ ചതയോ മറ്റു വിധത്തിൽ ഒരു കട്ടായിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ തുടരുത്. അപ്പോൾ അതുപോലെ നമ്മൾ ഇതുപോലെ ചീനിക്കമ്പ് നടുമ്പോൾ കുത്തി താഴ്ത്തി നടരുത്. എല്ലാവരും അങ്ങനെ പണ്ട് മുതലേ നടുന്നത്. ഒറ്റ കൈ കൊണ്ട് കുത്തി താഴ്ത്തി, ഞാനും അങ്ങനെ ആയിരുന്നു നട്ടിരുന്നത്. അപ്പോൾ നമ്മൾ മണ്ണ് മാന്തി ആ മുറിഭാഗത്തിന് ഹേമം തട്ടാത്ത വിധത്തിൽ മണ്ണ് മാന്തി എന്തുമാത്രം ചാച്ച വേണം അത്രയും മണ്ണ് മാറ്റി വേണം വച്ചിട്ട് മണ്ണ് മൂടിയിടാൻ. ഓക്കെ.